അടിപൊളി പടം. ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ തീ കത്തുന്ന പോലെയായിരുന്നു ഓരോ സീൻസ് കാണുമ്പോഴത്തേക്കും. ഭയങ്കര രസമായിട്ടുള്ള മേക്കിങ്ങും. ഷാഹിദ് കബീർ അടിപൊളി. ഇതിനകത്ത് ഓരോ ആക്ടേഴ്സും ഭയങ്കര ഗംഭീരമാക്കിയിട്ടുണ്ട്. ദിലീഷും റോഷനും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പോലീസ് ലൈഫാണ് നമ്മൾ കാണുന്നത്. ഒറിജിനൽ ഭയങ്കര റോ ആയിട്ട് അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആവും. എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ എഡ്ജ് ഓഫ് ദ സീറ്റ് തന്നെയാണ്. ലാസ്റ്റിലത്തെ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ ആ ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള എൻഡിങ്ങും ഒക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും കാണണം. ഉഗ്രം പടം. എല്ലാം അടിപൊളി. ഇല്ല, ഞാൻ പറഞ്ഞോളൂ, എനിക്ക് ഷാനിയുടെ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാൻ പലപ്പോഴും എൻ്റെ പല പടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റെഫറൻസ് എടുക്കുന്ന എപ്പോഴും ഷാനിയുടെ പടങ്ങളാണ്. അതുകൊണ്ട് എനിക്കത് മിസ്സാക്കരുതെന്ന് തോന്നി. ഭയങ്കര റിയലായിട്ടുള്ള ഷാനി സ്ഥിരമായിട്ട് പറയുന്ന പോലെ കൃത്യമായി ഒന്നിനും വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ഷാനി. അത് തന്നെയാണ് പോലീസുകാരിൽ നിന്ന് ഇങ്ങനൊരു ലൈഫ് പറയുന്ന ഒരു സിനിമാക്കാരനോടാണ് ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നത്. എല്ലാവരും കാണുക. ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു. ഷാഹി എന്നുള്ള എഴുത്തുകാരും സംവിധായകനും നമ്മൾ നിരാശപ്പെടുത്തില്ല. അത് അവരെണ്ണം അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ പ്രത്യേകതകളുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരാണ് പോലീസുകാരെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തരുന്ന ഒരു ഇമോഷണൽ ഒരു ഡ്രാമ ത്രില്ലും ഒക്കെയുള്ള സിനിമ കൂടിയാണ്. അത് ചെയ്തത് തന്നെ ഒന്ന് കാണുക, ആസ്വദിക്കുക. എങ്ങനെയാണ് തോന്നുന്നത്? മൂവി അടിപൊളി. നമ്മൾ നായാട്ട് കണ്ട് ഇറങ്ങിയതിന് ശേഷമുള്ള അതേ ഒരു മരവിപ്പും പെയിനുമാണ് റോഡ് കണ്ടിറങ്ങിയപ്പോൾ. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസുകാർ പുതിയതായിട്ട് ജോയിൻ ചെയ്ത അവരുടെ ലൈഫിൽ വരുന്ന ഒരു പ്രോജക്റ്റിനോട് സംഭവിക്കുന്ന ഇവൻസും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ്. അതുപോലെ തന്നെ സാധാരണക്കാരുടെ സിസ്റ്റത്തിന് ഒരിക്കലും വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സത്യവും കൂടിയാണ് ഇത് കാണിച്ചത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി മൂവി കാണും. ദിലീഷേട്ടൻ അതിഗംഭീരമായിട്ട് ക്യാരക്ടർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോഷൻ, വൈഫൈ ദിലീഷ്, എല്ലാവരും ഗംഭീരമായിട്ടുണ്ട്. ഷാഹിദ് കബീറിന് എവർ ഹിറ്റായിരുന്നു. പോലീസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് പരിചിതമല്ലാത്ത പോലീസ് കഥകളാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് അത്ര പരിചിതമല്ലാത്തൊരു ആസ്പെക്റ്റ് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ എന്ത് ആഘോഷം വന്നാലും ഒക്കെ നമ്മൾ ഏറ്റവും സെക്യൂർഡായിട്ട് നമ്മുടെ ഫാമിലിയുടെ ഒപ്പം ആഘോഷിക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങളും നഷ്ടപ്പെട്ട് പല സങ്കീർണതകളിലൂടെ പോണ്ടി വരുന്ന പോലീസുകാരെ പറ്റി പറയുന്ന സിനിമയാണ്. ഷാഹിദ് സിനിമകൾ കണ്ടപ്പോൾ സത്യം കൊണ്ട് നെഞ്ചേരിടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ കരുതിയിരിക്കുന്ന ആളുടെ സിനിമ കാണുമ്പോൾ വളരെ ടച്ച് ചെയ്തൊരു സിനിമയാണ്. ആർട്ടിസ്റ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. ഒരു കാസ്റ്റ് തന്നെയാണ് ഉള്ളത്. എല്ലാവരും അവരുടെ പാട്ടേറ്റ് ഗംഭീരമാക്കിയിട്ട് എല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടച്ചിങ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റിംഗ് ആയിട്ടുള്ള പോലീസ് സ്റ്റോറിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുന്ന വിചാരിക്കുന്ന എല്ലാ ഓഡിയൻസും. താങ്ക് യു.